65 55 അപ്പൊ 45 35 കൊടുക്കാൻ പറ്റുമോ? കൊടുക്ക ഓഫറല്ലേ? ഓഫർ ആയത് എന്തായാലും കൊടുക്കാം. ഏതാ മോഡൽ എന്താ? രണ്ടും 2012 10 2012 35 റുപ്യ ഓഫർ ആട്ടോ പറഞ്ഞ. 55 ചോദിക്കുന്നത്. അല്ല ഒരു കാര്യം പറയട്ടോ, ഹോൾസെയിൽ ആണ് വരുന്നത്. ആ 3 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ വന്നിട്ട് ഈ 35 പറഞ്ഞാൽ തരൂല കേട്ടോ. 20 മറക്കണ്ട. 2013 മോഡല് 220 പ്രൈസ് പറഞ്ഞാൽ 3 ദിവസത്തിനുള്ള വണ്ടി എടുക്കുകയാണെങ്കിൽ 2 റുപ്യ സ്പെഷ്യൽ ഹോട്ട് സെയിലാണ്. ഇത് നമ്മളെ കറക്റ്റ് സ്പോട്ട് വരുന്നത് നമ്മളെ മലപ്പുറം പുത്തനത്താണ്. രണ്ടാലുകൾ അല്ലെ? രണ്ടാല് സൺ യൂസ്ഡ് കാറാണ് വരുന്നത്. നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞത് നമ്മളെ ബെൻസ് വരുന്നുണ്ട് 2000 മോഡൽ അല്ലേ? 2000 മോഡല്. ഹലോ ഫ്രണ്ട്സ്, മുക്താറാണ്. ഞാൻ നമ്മളെ സൺ യൂസ്ഡ് കാർ നമ്മളെ റാഫിഖാൻ എടുത്താണുള്ളത്. വമ്പ ഓഫർ ആയിട്ടാണ് വീണ്ടും വന്നിട്ടുള്ളത്. 3 ദിവസത്തെ ഫ്ലാഷ് സെയിലല്ലേ വരുന്നത്. 17, 18, 19 3 ദിവസത്തെ അടിപൊളി ഓഫർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അന്നേ ദിവസം വണ്ടി എടുക്കുന്ന ആൾക്കാർക്ക് എത്ര 20,000 രൂപ ഡിസ്കൗണ്ട്, സ്പെഷ്യൽ ഡിസ്കൗണ്ട് ആണ് നമ്മൾ ചോദിച്ചു വാങ്ങിയിട്ടുള്ളത്. ആ 3 ദിവസം മാത്രമേ ഉള്ളൂ. 3 ദിവസം കഴിഞ്ഞാൽ പിന്നെ ഓഫർ ഇല്ല. റാഫിക്ക എന്താ പറയാ? എന്തെങ്കിലും ഓഫർ ഒക്കെ ഉണ്ടോ? ഓഫർ എന്തായാലും ഇപ്പൊ ഇവിടെ വന്ന വണ്ടികളും എന്തെങ്കിലും ചെറിയ മാറ്റം വരുത്തി. ഓഫർ കഴിഞ്ഞാലും ചെറിയ മാറ്റം. ഇവിടെ തുടക്കത്തിൽ തന്നെ BMW കാണുന്നുണ്ട്, അതുപോലെ തന്നെ ബെൻസ് കാണുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ ഞെട്ടണ്ട. ഒരുപാട് പൈസ ഒന്നാവൂല. ചെറിയൊരു പൈസ ഉണ്ടെങ്കിൽ BMW ബെൻസ് ഒക്കെ ഇറക്കാം അല്ലേ? ഒരുപാട് ആൾക്കാർ പ്രതീക്ഷയും ആശകളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ വിന്റേജ് കളക്ഷൻസ് ഉള്ള 800 വരെ വരുന്നുണ്ട് അല്ലേ? ഇത് വിന്റേജ് കളക്ഷൻ 2000 മോഡലാണ്. അല്ല നമ്മളെ അല്ല ഞാൻ പറഞ്ഞു തുടങ്ങട്ടെ, നിങ്ങൾ ഇടയ്ക്കറി പറയല്ലേ? ആ ഫ്ലോഡ് പോയി പോകുന്നുണ്ട്. അപ്പൊ ബെൻസും വരുന്നുണ്ട്. ബെൻസ് നമുക്ക് എത്ര കൊടുക്കാം? ഇതാണെങ്കിൽ 3,60,000 കൊടുക്കാം. 3,60,000 രൂപയ്ക്ക് ബെൻസ്. ഏതാ മോഡല്? 2000 മോഡല്. 2000 മോഡല് പുതിയ പേപ്പർ കാര്യങ്ങളൊക്കെ ആയിട്ട്. എത്ര കൊല്ലം പേപ്പർ വരുന്നുണ്ട്? എന്തായാലും 26 വരെ 26 വരെ പേപ്പർ ഉണ്ട്. അപ്പൊ നമ്മൾ ചെറുവണ്ടികളിൽ നിന്നാണ്ട് തുടങ്ങിയാലോ? ബെൻസ് ഒക്കെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം അല്ലെ? എവിടുന്നാ തുടങ്ങേണ്ടത്? നിങ്ങൾ പറഞ്ഞോട് നമ്മൾ തുടങ്ങാം. എവിടുന്ന് കാണിക്കല്ലേ? ഈ വാഗണർ ഏതാ മോഡൽ വരുന്നത്? വാഗണർ 2013 മോഡല്. 2013 എത്ര ഓണർഷിപ്പാ? സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 90,000. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. വൃത്തിയാക്കണ്ട്. നമ്മൾ പെയിന്റിംഗ് ഒക്കെ വന്നിട്ടുള്ള സ്റ്റോക്കുകളാണ്. ഓക്കെ ഓക്കെ. പ്രൈസ് എങ്ങനെ വരുന്നത്? ഇതാണെങ്കിൽ 2,20,000 കൊടുക്കാം. 2,20,000 ലാസ്റ്റ് കൊടുക്കാം. 13 മോഡൽ 2013 മോഡൽ 2,20,000 ലാസ്റ്റ് കൊടുക്കാം. നമ്മളെ സ്പെഷ്യൽ നൈറ്റ് 20,000 രൂപ ഡിസ്കൗണ്ട് കഴിച്ചിട്ട് 210 ലോൺ കയറാം. 10 രൂപ ഇങ്ങോട്ട് തിരിച്ചു തരും. ഓക്കെ. 3 ദിവസത്തിനുള്ളിൽ 3 ദിവസം 17, 12, 19 ഈ 3 ദിവസം നിങ്ങൾ ആരും മറക്കണ്ട. 2013 മോഡല് 2,20,000 പ്രൈസ് പറഞ്ഞാൽ 3 ദിവസത്തിനുള്ള വണ്ടി എടുക്കുകയാണെങ്കിൽ 2 റുപ്യ സ്പെഷ്യൽ ഹോട്ട് സെയിലാണ് വരുന്നത് അല്ലെ? ചൂടോട് കൂടി നാനോകൾ വരുന്നുണ്ട്. നാനോ ഒരുപാട് വണ്ടിയുണ്ട്. ഏകദേശം 3ഓളം വണ്ടിയുണ്ട്. നാനോ ഒക്കെ എങ്ങനെയാ റേറ്റ് വരുന്നത്? ഞാനത് 2014 ആണ്. 2014 85 റുപ്യ വരും. 2014 85 റുപ്യ. ഇത് പവർ സ്റ്റാറിംഗ് ഉള്ള വണ്ടി. രണ്ടും പവർ സ്റ്റാറിംഗ് ഉള്ളത്. ഇതേതാ മോഡല്? 15 രജിസ്റ്റർ ഉള്ള വണ്ടിയാണ്. രണ്ടും 15 രജിസ്ട്രേഷൻ വരുന്നുണ്ട്. എത്ര ചോദിക്കുന്നത്? 1,10 വരും. ഇതാണെങ്കിൽ 1,5 വരും. 1,10, 1,5, 85. ഓക്കെ. ഇതേതാ മോഡല്? ഇത് 2013 മോഡൽ. 2013 മോഡല്. നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് നിസാന്റെ ഏതാണ്? മൈക്ര 2017 ആണ് വണ്ടി. 2017 മോഡൽ. 2017 എത്ര ഓണർഷിപ്പാ? സെക്കൻഡ് ഓണർഷിപ്പ് ഉണ്ട്. കിലോമീറ്ററോ? കിലോമീറ്റർ 90,000 കിലോമീറ്റർ. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. എത്ര ചോദിക്കുന്ന പ്രൈസ്? ഇതാണെങ്കിൽ നമുക്ക് ഫൈനലാണെങ്കിൽ 3,20,000 കൊടുക്കാം. 3,20,000 ലാസ്റ്റ് ഫൈനൽ ആയിട്ട് കൊടുക്കാം. 3 റുപ്യ ലോണും കയറ്റാം. 3 റുപ്യ ലോണും കയറ്റാം. ഇന്ത്യയിലൊക്കെ എന്താ പാട്? ഇനി അതുപോലെ തന്നെ 2 ആൾട്ടോ വരുന്നുണ്ട്. 2 ആൾട്ടോ ഏതാ മോഡൽ വരുന്നത്? 2006 ആണ്. 2006. ഇതോ 2009 ആണ്. LXI ആണോ വരുന്നത്? രണ്ടും LXI ആണ് വരുന്നത്. അപ്പൊ 2006 എത്രാം ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് എന്തായാലും 2-3 ഒക്കെ ആയിട്ട്. ഇത് 2009 ഇത് സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്ററോ? നല്ല വേരിയേഷൻ ഉണ്ടോ? എന്തായാലും ഒന്നിന്റെ ഉള്ളിൽ കിലോമീറ്റർ ഉണ്ട്. 2006 എന്താ ചോദിക്കുന്ന പ്രൈസ്? അതാണെങ്കിൽ 85 റുപ്യ. 85 റുപ്യ. ഇതോ 2009 ഇതാണെങ്കിൽ 1,4. ഇത് 1,4 ചോദിക്കാനുള്ള കാരണം 4 ടയർ പുതിയത്, ആക്സിഡന്റ് കാര്യങ്ങൾ, ക്ലീൻ വണ്ടി. 2009 1,4 ചോദിക്കാനുള്ള കാരണം പക്ക നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി എന്നാ പറഞ്ഞത്. അല്ല റാഫിക്ക? അത്യാവശ്യം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 2009 മോഡല് 90,000 രൂപ കൊടുത്തു. അത്യാവശ്യം നല്ലൊരു വൃത്തിയുള്ള വണ്ടി. ഓഫറിനോട് ഇടാൻ പറഞ്ഞോട് ഓഫർ അതിനുള്ള വേറെ ഓഫർ ഉണ്ട് കേട്ടോ. ഈ പ്രൈസുകൾ നോക്കണ്ട. ഇതൊരു ഓഫർ പ്രൈസിന് കിട്ടുന്നതാണ്. ഇനി നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞത് നമ്മളെ ബെൻസ് വരുന്നുണ്ട് 2000 മോഡൽ അല്ലേ? 2000 മോഡല്. ചെറിയ 2000 മോഡൽ വണ്ടി. പുതിയ പേപ്പർ കാര്യങ്ങൾ 220 ആണ് വണ്ടി. 220 നല്ല വണ്ടി. കണ്ടീഷനും കാര്യങ്ങളൊക്കെ എല്ലാ ഒക്കെ പക്കാണ്. അതൊരു 3,60,000 രൂപ ഉണ്ടെങ്കിൽ ബെൻസ് പറഞ്ഞ് സ്വന്തമാക്കാം. ഈ ബെൻസിന്റെ എംബ്ലം ഇവിടെ പോയി ഊരിച്ചാ അല്ലേ ഉള്ളില്? ആ ബെൻസിന്റെ എംബ്ലം കൂടി ഉണ്ടാകുമ്പോഴാണ് അതിന്റെ ഒരു മജ. ഒരാള് വന്നപ്പോ കൈ കെട്ടിയാണ് അവ ഒന്ന് ഇതാക്കി കൊടുക്കാം. ഓക്കെ.
ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് BMW ആണ് വരുന്നത്. BMW ഏതാ മോഡൽ വരുന്നത്? 2007 മോഡൽ 5 സീരീസ്. എത്രാം ഓണർഷിപ്പാ? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 130. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. സൺറൂഫ് ഒക്കെ സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടി BMW ആണ് വരുന്നത്. റീ ആണോ വരുന്നത്? അല്ല, കേരള വണ്ടി. കേരള വണ്ടി, പക്ക കേരള വണ്ടി. രണ്ടും കേരള വണ്ടിയാണ്. രണ്ടും കേരള വണ്ടിയാണ്. പ്രൈസ് എങ്ങനെ വരുന്നത്? ഇതാണെങ്കിൽ 675. 675. എത്ര ലോൺ വരും? ലോണ് പ്രയാസമാണ്. ഒരു BMW ഒക്കെ എടുക്കുകയാണെങ്കിൽ റെഡി ക്യാഷ് ഉണ്ടെങ്കിൽ വണ്ടി എടുത്തോളി. 675 ആ പ്രൈസ് നെഗോഷ്യബിൾ ആണോ? എന്തായാലും ഓഫറിലൊക്കെ ഓഫർ 20,000. അല്ലാതെ ഓഫർ ഒന്നുള്ളൂ. ചെറിയ മാറ്റം വരുത്തി കൊടുക്കാം. ചെറിയ മാറ്റം വരുത്തി കൊടുക്കാം. അതുപോലെ തന്നെ A-Star വരുന്നുണ്ട്. A-Star 2011 വണ്ടി കേട്ടോ. 2011. എത്രാം ഓണർഷിപ്പാ? ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർഷിപ്പ്. മൂന്നാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 85,000. 85,000. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഫ്രണ്ട് ഗ്ലാസ് ബോണ്ട് മാത്രം. അതായത് ഉള്ളിലെ കുറ്റി കാര്യങ്ങളൊന്നും മേജർ ആയിട്ട് ഒന്നുമില്ല. ഇന്റീരിയലൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഇന്റീരിയലാണ്. എങ്ങനെയാണ് പൈസ വരുന്നത്? ഇതാണെങ്കിൽ നമുക്കൊരു 140 കൊടുക്കാം. 140 കൊടുക്കാം അല്ലേ? ഓക്കെ. ഇപ്പൊ നെക്സ്റ്റ് വരുന്നത് ഏതാണ്? ഷെവർലൈറ്റിന്റെ ഏതാ മോഡൽ? ഇത് 2008 മോഡൽ വണ്ടി. 2008 മോഡൽ. എത്രാം ഓണർഷിപ്പാ? ഇത് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. ആകെ 50,000 കിലോമീറ്റർ ഓടിക്കുന്നു. 50,000 കിലോമീറ്റർ ഓടിക്കും. ക്ലീൻ വണ്ടി. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഇന്ത്യയിലൊക്കെ എന്താ പാട്? സൂപ്പർ വണ്ടി. ഇന്ത്യയിലൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഇന്ത്യയിലാണ്. എങ്ങനെയാണ് പ്രൈസ് വരുന്നത്? അതാണെങ്കിൽ 135 കൊടുക്കാം. 135 ലാസ്റ്റ് കൊടുക്കാം അല്ലേ? ഓക്കെ. ഇനിയിപ്പോ നെക്സ്റ്റ് ഏതാണ് കാണിക്കാനുള്ളത്? റാഫിക്ക, നെക്സ്റ്റ് വരുന്നത് ഫിയറ്റിന്റെ ഏതാ മോഡൽ? 2010 മോഡലാണ്. 2010 മോഡൽ. എത്രാം ഓണർഷിപ്പാ? ഫുൾ ഓപ്ഷൻ വണ്ടി. ഫുൾ ഓപ്ഷൻ വണ്ടി. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? കിലോമീറ്റർ 1.10 വണ്ടി. റീപ്ലേസ് എങ്ങനെ ഉണ്ടോ? ഒന്നുമില്ല. പ്രൈസ് എങ്ങനെ വരുന്നത്? ഇതാണെങ്കിൽ നമുക്ക് 130 കൊടുക്കാം. 130 ലാസ്റ്റ് കൊടുക്കാം അല്ലേ? 130. ഇന്ത്യയിലൊക്കെ എന്താ പാട്? ഒന്ന് വൃത്തിയാക്കാണ്ട് സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഓക്കെ. ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് എത്തിയോസ് ലീവ് ആണ്. എത്തിയോസ് ലീവ് ഏതാ മോഡൽ വരുന്നത്? 2012-13 രജിസ്റ്ററുള്ള വണ്ടി. 2012-13 രജിസ്ട്രേഷൻ. എത്രാം ഓണർഷിപ്പാ? ഇത് സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1.5 ഉള്ളിൽ ഓടിക്കണം. 1.5 ഉള്ളിൽ. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്, ഫ്രണ്ട് ഗ്ലാസ് ഉണ്ട്. ഫ്രണ്ട് ഗ്ലാസ് മാത്രം റീപ്ലേസ് ഉണ്ട്. എങ്ങനെയാണ് ചോദിക്കുന്ന പ്രൈസ്? ഇതാണെങ്കിൽ നമുക്ക് 280 കൊടുക്കും. 280 അല്ലേ? ഓക്കെ. ഇനിയിപ്പോ അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് സ്വിഫ്റ്റ് ആണ് വരുന്നത്. സ്വിഫ്റ്റ് ഏതാ മോഡൽ വരുന്നത്? ഡിസൈർ അല്ലേ? 2008 മോഡൽ. 2008 മോഡൽ. എത്രാമത് ഓണർഷിപ്പാ? ഓണർഷിപ്പ് മൂന്നാമത്തെ. കിലോമീറ്ററോ? കിലോമീറ്റർ 110. 110. ഹിസ്റ്ററി കാര്യങ്ങളുണ്ടോ? നമ്മൾ എടുക്കുമ്പോൾ ഹിസ്റ്ററി കറക്റ്റ് എടുക്കുമ്പോണ്ടല്ലേ? ഓക്കെ. എന്താ ചോദിക്കുന്ന പ്രൈസ്? ഇത് 180. 180. ഏതാ ഓപ്ഷൻ വരുന്നത്? സെഡി അല്ല വരുന്നത്? ഓക്കെ. ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് ആൾട്ടോ കേട്ടനാണ് വരുന്നത്. ഏതാ മോഡൽ വരുന്നത്? 2010 മോഡൽ. 2010 മോഡൽ. എത്രാമത്തെ ഓണർഷിപ്പാ? ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്റർ 1.5 ഒന്നിനുള്ളിൽ. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ചെറിയ ഒരു പണി കാര്യങ്ങൾ എന്തായാലും കയറുമല്ലേ? ചെറിയ പണി കാര്യങ്ങൾ ചെയ്യാണ്ട്. പ്രൈസ് എങ്ങനെ വരുന്നത്? ഇതാണെങ്കിൽ 135. 2010 മോഡൽ 135 വരുന്നത്. അതുപോലെ തന്നെ സെന്ന് വരുന്നുണ്ട്. മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു വണ്ടിയാണ്. പക്ഷെ MVD സമ്മതിക്കില്ല എന്നാണ് പറഞ്ഞത്. ഇതാ മോഡൽ 2005 മോഡൽ. 2005 മോഡൽ. LXI ആണ് വണ്ടി. പ്രൈസ് എങ്ങനെ വരുന്നത്? അലവില് കാര്യങ്ങൾ ഇഷ്ടത്തിലും ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. ടയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വർക്കിംഗ് കണ്ടീഷൻ എന്താ സ്ഥിതി? ഓക്കെ. പ്രൈസ് എങ്ങനെ വരുന്നത്? 80 രൂപ. 80,000 രൂപയ്ക്ക് 2005 മോഡല് പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. ഇനിയിപ്പോ നെക്സ്റ്റ് വരുന്നത് 2 നാനോ ആണ് വരുന്നത്. നാനോ എങ്ങനെ റേറ്റ് വരുന്നത്? ഇതാണെങ്കിൽ 65 രൂപ വരും. ഇതാണെങ്കിൽ 55 രൂപ. 65, 55. അപ്പൊ 45, 35 കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാം. ഓഫറല്ലേ? ഓഫർ ആയത് എന്തായാലും കൊടുക്കാം. ഏതാ മോഡൽ വരുന്നത്? 2012 10. 2012 35 രൂപ. ഓഫർ ആട്ടോ പറഞ്ഞ 55 ചോദിക്കുന്നത്. അല്ല, ഒരു കാര്യം പറയട്ടെ, ഹോൾസെയിലാണ് വരുന്നത്. ആ 3 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ വന്നിട്ട് ഇത് 35 പറഞ്ഞാൽ തരൂല കേട്ടോ. 20,000 രൂപ കുറച്ചിട്ട്. ഓക്കെ. ഇപ്പൊ നെക്സ്റ്റ് വരുന്നത് ഏതാണ്? 2012 എന്ത് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇതാണെങ്കിൽ 50 രൂപ കൊടുക്കാം. 50 രൂപ കൊടുക്കാം അല്ലേ? ഓക്കെ. ഇനിയിപ്പോ നമുക്ക് കാണിക്കാനുള്ള ഏതാണ് നെക്സ്റ്റ്? ഒരുപാട് വണ്ടികളുണ്ട്. നമുക്കത് അൾട്ടീസ് കൊടുക്കാനുള്ളതല്ലേ? അൾട്ടീസ് ഉണ്ട്. 2 അൾട്ടീസ് വരുന്നുണ്ട്. 2 അല്ല 3 അൾട്ടീസ് ആണ് വരുന്നത്. കൊറോണ അൾട്ടീസ് 2011 മോഡല്. 2011 മോഡൽ. എത്രാം ഓണർഷിപ്പാ? സെക്കൻഡ് ഓണർഷിപ്പിൽ വണ്ടിയാണ്. 2 സെക്കൻഡ് ഓണർഷിപ്പാ. കിലോമീറ്ററോ? കിലോമീറ്റർ 2 1.5 പുറത്ത് ഓടിക്കുന്നുണ്ട്. 2 1.5 പുറത്ത് ഓടിയിട്ടുണ്ട്. ഓപ്ഷൻ ഏതാ വരുന്നത്? വേരിയേഷൻ വരുന്നുണ്ടോ? ജെ ഓപ്ഷനാണ് വരുന്നത്. ഇതാണ് റേറ്റ് വരുന്നത്. ഇതാണെങ്കിൽ 365. ഇത് എത്ര വരുന്നത്? ഇതാണെങ്കിൽ 360. 5 രൂപേന്റെ വ്യത്യാസം വരുന്നുള്ളൂ. എത്ര ലോൺ കയറും? ലോൺ 2 രൂപ വരെ. 2 രൂപ വരെ ലോൺ കയറും അല്ലേ? അപ്പൊ ഈ അൾട്ടീസോ? അത് 2010 ആണ്. 2010. എത്രാം ഓണർഷിപ്പാ? സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്ററോ?
കിലോമീറ്റർ ഒക്കെ ഒന്നിന് പുറത്തോടി ഒന്നിന്റെ പുറത്ത് ഓടി. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഇതിന്റെ ഫ്രണ്ട് ഗ്ലാസ് മാറിയും. ഫ്രണ്ട് ഗ്ലാസ് മാറി. ഇത് ഓപ്ഷൻ വരുന്നത് ജെ ഓപ്ഷൻ അല്ലേ? ജെ ഓപ്ഷനാണ് വരുന്നത്. പ്രൈസ് അങ്ങനെ വരുന്നത് ഇതാണെങ്കിൽ 330. 330. 2010 ആണെങ്കിൽ 330. 2011 ആണെങ്കിൽ 365 60 അല്ലേ? ഓക്കെ. ഇനിയിപ്പോൾ നെക്സ്റ്റ് കാണിക്കാനുള്ള ഏതാണ്? ഇത് ലോൺ എത്ര വരെ കയറും? ഇവർ 1.5 വരെ കയറും. 1.5 ലക്ഷം റുപ്യ വരെ ലോൺ കയറാം അല്ലേ? ഈ ഒമനി കൊടുക്കാനുള്ളത് നല്ല വൃത്തിയുള്ളൊരു ഒമനിയാണല്ലോ. KL10 മലപ്പുറം രജിസ്ട്രേഷൻ വരുന്ന വണ്ടി. 2011 വണ്ടി. 2011 വണ്ടി അല്ലേ? എത്രാമത്തെ ഓണർഷിപ്പാ? ഇത് ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പ്. രണ്ടാമത്. കിലോമീറ്ററോ? കിലോമീറ്റർ 75. എന്തെങ്കിലും റീപ്ലേസ് എന്തെങ്കിലും? ഒന്നേ ആക്സിഡന്റ് കാര്യങ്ങൾ. അതെ, പെട്ടെന്ന് ആളുമ്പോൾ അത്യാവശ്യം നല്ലൊരു വൃത്തിയുള്ളൊരു വണ്ടി. ഒമനി അത്യാവശ്യം ആൾക്കാർ എൻക്വയറിയും ചെയ്യുന്നുണ്ട് കേട്ടോ, ഈ സാധനങ്ങളൊക്കെ കൊണ്ടെടുക്കാൻ വേണ്ടി. സ്ക്രീനൊക്കെ ഉണ്ടല്ലോ ഇതിന്റെ മുകളിൽ. ഇത് ഇതിന്റെ അപ്പുറം കൊടുക്കാനുള്ളതാണോ? കൊടുക്കല്ലേ? ഓക്കെ. പ്രൈസ് എങ്ങനെ വരുന്നത്? ഇത് 1.25. 1.25. 2010 അല്ലേ പറഞ്ഞേ? 2011 1.25 വരുന്നത്. ഇനിയിപ്പോ ഇതോ ഐക്കണോ? ഐക്കണാണെങ്കിൽ 90 റുപ്യ. ഏതാ മോഡൽ വരുന്നത്? 2010 മോഡൽ. 2010 ഐക്കന് 90 റുപ്യ. ഒരു വിന്റേജ് സ്റ്റൈലൊക്കെ കൊണ്ടുനടക്കാൻ പറ്റിയ നല്ലൊരു വണ്ടിയല്ലേ? ഡീസൽ വേരിയന്റ് ആണ്. ഏകദേശം എത്ര മൈലേജ് കിട്ടും? 20 മേലുണ്ടോ? 20ന്റെ മുകളിൽ എന്തായാലും മൈലേജ് കിട്ടും അല്ലേ? ഓക്കെ. ഇനിയിപ്പോ നെക്സ്റ്റ് വരുന്നത് ഏതാണ്? കൊറോള 2005 മോഡലാണ്. കൊറോള 2005 മോഡൽ. ഓണർഷിപ്പ് 2 3 ആയിരിക്കും അല്ലേ? ഓക്കെ. എന്തെങ്കിലും ഇപ്പൊ പേപ്പർ കാര്യങ്ങൾ എത്ര? എല്ലാ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. 1.10 കൊടുക്കാം. 1.10. 2005 കൊറോള 1.10 കൊടുക്കുക. ഇനി സ്കോർപിയോ? സ്കോർപിയോ 2007 ആണ്. പുതിയ പേപ്പർ കൊടുത്താണ് കംപ്ലീറ്റ്. 28 വരെ പേപ്പർ ഉള്ളതുണ്ട്. 2028 വരെ പേപ്പർ കാര്യങ്ങളുണ്ട്. ഇത് 2.10. 2.10 ലാസ്റ്റ് കൊടുക്കുക. ഇനിയിപ്പോ നെക്സ്റ്റ് ഓമനി നമ്മൾ പറഞ്ഞതാണ്. ഇനിയിപ്പോ ഏതാ പറയാനുള്ളത്? ഇതേതാണ്? ഹോണ്ടന്റെ CRV. ഇതെങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2.80. 2.80. ഏതാ മോഡല്? നിങ്ങൾ വേഗം പ്രൈസ് അറിഞ്ഞു പോവുക. 2007 മോഡൽ. 2007 മോഡൽ. എത്ര ഓണർഷിപ്പാ? ഇത് സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 80,000 കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ വലിയ കുഴപ്പമില്ല, കാരണം സീറ്റ് കവറിന്റെ ഒരു ഇതുണ്ട് ചെയ്യാണ്ടാവും അല്ലേ? ഓക്കെ. 2.80 അല്ലേ ലാസ്റ്റ്? ലോൺ എന്തെങ്കിലും കയറും? ലോണ് സേർട്ട് ഫിനാൻസ് ഒക്കെ കിട്ടി. സേർട്ട് ഫിനാൻസ് നമുക്ക് ചെയ്ത് കൊടുക്കാം അല്ലേ? ഇത് കൊടുക്കാനുള്ളതാണോ? എൻജോയ് എന്താ റേറ്റ് വരുന്നത്? ഇത് 1.80. 1.80. എൻജോയ് 1.80. ഏതാ മോഡൽ വരുന്നത്? 2013 1.80 അല്ലേ? എത്ര ഓണർഷിപ്പാ? ഓണർഷിപ്പ് രണ്ടാമത്തെ. കിലോമീറ്ററോ? കിലോമീറ്റർ ഒന്നിന്റെ പുറത്ത് കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്. വണ്ടി വർക്കിംഗ് കണ്ടീഷനും കാര്യങ്ങളൊക്കെ ആണല്ലേ? അപ്പോൾ 1.80 റേറ്റ് വരുന്നത്. വേറെ നമുക്ക് നെക്സ്റ്റ് കാണിക്കാൻ ഏതാണല്ലേ? ഇനിയുണ്ടോ വണ്ടികളൊക്കെ? ഇനി വരാനുള്ളത് വർഷോപ്പിൽ ഏകദേശം എത്ര മോഡൽ വണ്ടി വരാണ്ട്? ഇനിയിപ്പോ താറ് വരാണ്ട് 2016. അതാണെങ്കിൽ നമുക്കൊരു 6 ഉറുപ്പിക ഇട്ട് കൊടുക്കാം. പിന്നെ വേറെ വരാനുള്ളത്? പിന്നെ വരാനുള്ളത് അവിടെ സണ്ണി വരാണ്ട് ബട്ടർ സ്റ്റാർട്ടിംഗ് ഒരുപാട് മോഡൽ ഇനിയും വരാനുണ്ട്. അപ്പൊ എന്തായാലും ഇതുവരെ കാണിച്ച ഒരുപാട് വണ്ടികൾ, 100ഓളം വണ്ടികൾ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗം മാത്രമല്ല, അതിന്റെ മുമ്പുള്ള ഒരു പാർട്ട് 1 കൂടി ഉണ്ട്. നമുക്ക് ചില വീഡിയോകളിൽ നമ്മൾ ഇട്ടതുണ്ട്, മിക്സ് ആയിട്ട്. അതിപ്പോ എന്തായാലും ഉണ്ടാവില്ല, കാരണം ഒരുപാട് വണ്ടി സെയിൽ ചെയ്യുമ്പോൾ ചില വണ്ടികൾ പഴയതുണ്ടാവും, മിക്സ് ആക്കിയിട്ട് നമ്മൾ ഇട്ടത്. അപ്പൊ എന്തായാലും ഒരു ഓട്ട് സെയിലാണ് വരുന്നത്. ഓട്ട് സെയിൽ എന്ന് പറഞ്ഞാൽ 3 ദിവസം 17, 18, 19 ദിവസം നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞ ഏതൊരു വണ്ടിയാണെങ്കിലും അതിൽ നിന്ന് ഒരു 20,000 രൂപ റാഫിക്കാക്കന്റെ വക സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുക്കും. 50,000 രൂപ 30,000 രൂപ കൊടുക്കേണ്ടി വരും റാഫിക്ക. കൊടുക്കാം, പറഞ്ഞാൽ പിന്നെ അതേപോലെ ചെയ്യണം അല്ലേ? ഓക്കെ, അതാണ് വേണ്ടത്. അപ്പൊ എന്തായാലും അടിപൊളി ഓഫറായിട്ടാണ് വന്നിട്ടുള്ളത്. ഇനിയിപ്പോ വീഡിയോ ഇന്ന് വെള്ളിയാഴ്ച വന്നിട്ട് ശനിയാഴ്ച 20,000 രൂപ ഓഫർക്ക് വന്നാൽ നമ്മൾ കൊടുക്കൂല. അതില്ല നമ്മൾ പറഞ്ഞ ദിവസം തിങ്കൾ ചൊവ്വ ബുധൻ നമ്മൾ പറഞ്ഞ വാക്ക്, നമ്മൾ പറഞ്ഞ പ്രവൃത്തി ആ ദിവസം തന്നെ നമ്മൾ കൊടുക്കും. ബുധൻ കഴിഞ്ഞ് വ്യാഴാഴ്ച വന്നാൽ 20,000 രൂപ ഓഫർ ചോദിച്ചാൽ അതും കൊടുക്കൂല. അതാണ് റാഫിക്ക. അപ്പൊ എന്തായാലും ഇത് കറക്റ്റ് സ്പോട്ടും കാര്യങ്ങളൊന്നും മറക്കേണ്ടത്. സ്പോട്ട് എവിടെയായിരുന്നു വരുന്നത്? ഇത് മലപ്പുറം പുത്രത്താളി 2 റിസൾട്ട്. സൺ യൂസർകാർ റാഫിക്കാൻ എടുത്ത് വന്നാൽ മതി. ഒരുപാട് കാറുകളുണ്ട്, നമ്പറും കാര്യങ്ങളൊക്കെ അടിയിലുണ്ട്. വേഗം വിളിച്ചോളി, മിസ്സാക്കണ്ട. ഈ അവസരം മിസ്സാക്കിയാൽ വലിയ മിസ്സാക്കലായിരിക്കും അല്ലേ? ഓക്കെ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് വീണ്ടും വരുന്നതാണ്. തൽക്കാലം ഒരു ബൈ. ഓക്കെ.